അഡ്വക്കേറ്റ് ഗയ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഗയ, ആശ്വാസത്തോടു കൂടിയാണ് തിരികെ പോകുന്നത് ഗാലിബും ആശയും. കോടതിയുടെ ഉത്തരവ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അവർക്കുണ്ട് ഈ സമയത്തല്ലേ? ഗാലിബും ആശ ഇവിടെ തന്നെ തുടരുകയാണ്, മറ്റെങ്ങോട്ടും പോകുന്നില്ല. പിന്നെ കോടതിയുടെ ഒരു വിധി വന്നത് അവർക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ട്. കാര്യം ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാമല്ലോ, ഇപ്പൊ ആരെയും പേടിക്കേണ്ട, നിയമപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി. അതായത് ഇനി ഇത്തരം അല്ലെങ്കിൽ ജാർഖണ്ഡ് പോലീസ് ഇനി മറ്റേതെങ്കിലും ഒരു കള്ളക്കേസ് ഉയർത്തി വരികയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കേരളത്തിൽ എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള വലിയ പിന്തുണ കൂടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ, അല്ലേ? നമുക്ക് ഒരിക്കലും ജാർഖണ്ഡ് പോലീസിന്റെ കാര്യം പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം ഇത്രയുമൊക്കെ ലീഗലായിട്ട് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും അവര് പിന്നീടും 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ ഓർഡറും കൊണ്ട് പോയിട്ട് ഇതിനെ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ല. ഓർഡർ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് അവര്. ഇവിടെ തന്നെ തുടരുകയാണ്. രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയുണ്ട്. അപ്പോൾ അവരെല്ലാരും പിന്തുണയുമായിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ പിന്തുണയെല്ലാം നൽകാമെന്ന് ഇന്നലെ ഡിവൈഎഫ് അടക്കമുള്ള സംഘടനകളെല്ലാം പറഞ്ഞിരുന്നല്ലോ. ആ തരത്തിൽ കേരളം സ്വന്തം വീടാക്കി മാറ്റാനുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് ആശയും ഗാലിബും ഇപ്പോൾ, അല്ലേ? ആശ ഇവിടെ തുടരും. ഗാലിബിന് തിരിച്ച് UAE പോകേണ്ടതുണ്ട്. ഗാലിബ് അവിടെ ആണല്ലോ ജോലി ചെയ്യുന്നത്. ആശയും ചിലപ്പോ ഫ്യൂച്ചറിൽ അയാൾ കൂടെ കൊണ്ടുപോകുമായിരിക്കും. അതായത് തൽക്കാലത്തേക്കുള്ള അപ്പോൾ ഈ ഗാലിബ് ഇവിടെ തന്നെയാണ്. ഗാലിബും UAE മടങ്ങുന്നത് എപ്പോഴായിരിക്കും? ഒരു 10 ദിവസത്തിനുള്ളിൽ മടങ്ങണം. ഗാലിബിന് ലീവ് കഴിയാറാവുന്നു. താങ്കളുടെ കൂടെ ആയിരിക്കുമോ അതിനുശേഷം ആശ? അതിനുശേഷം ഞാൻ തന്നെയാണ് ഇനി അതിനൊരു വസതി കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഡിവൈഎഫ്ഐയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ്. ഈ ഗാലിബ് UAE മടങ്ങിയതിനു ശേഷം ആശയും അങ്ങോട്ട് പോകുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ അഡ്വക്കേറ്റ് ഗായ പറഞ്ഞതുപോലെ തന്നെ ജാർഖണ്ഡ് പോലീസ് വീണ്ടും വരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരം ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഭയക്കുന്നുണ്ട്, അല്ലേ? അത് തീർന്നിട്ടില്ല പേടി? തീർന്നിട്ടില്ല. കാര്യം അവരിപ്പോ പോലീസുകാരല്ലേ വന്നുള്ളൂ. ഇനി അവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ സ്ഥലം മനസ്സിലായതുകൊണ്ട് ഇനി അവര് ഡയറക്റ്റ് വരുമോ എന്ന് പോലും നമുക്കറിയില്ല. ഇനി അവരിവിടെ വന്ന കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു പോവോ, അല്ലെങ്കിൽ അങ്ങനൊരു ഭയം എന്റെ ഉള്ളിലുണ്ട് ഇപ്പോഴും. ഏതെങ്കിലും അപ്പോൾ കൂടുതൽ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് നിയമപരമായിട്ടൊക്കെ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒരു പരാതിയൊക്കെ പോലീസിൽ ഓൾറെഡി ഉള്ളതല്ലേ? ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം പോലീസ് അതിനുള്ള സഹായം ചെയ്യുമെന്നാണ്. ഇതുവരെ അവര് സഹായിച്ചു. അപ്പൊ ഇനി മുന്നോട്ടും അത് തുടർന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശയുടെ കുടുംബാംഗങ്ങളുടേതടക്കം അത് ഏത് തരത്തിലാണ് ഇവരുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടാവുക എന്ന് ആശ താങ്കളോട് പറയുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ പോലീസ് തന്നെ ഈ തരത്തിൽ കേരള പോലീസിനോട് പോലും എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ കേസൊക്കെ ആയിട്ട് എത്തുന്ന സാഹചര്യമാണെങ്കിൽ കുടുംബാംഗങ്ങൾ അത് എത്രത്തോളം സ്വാധീനമുള്ളവരാണ്, അവരെങ്ങനെയുള്ള സമ്മർദ്ദങ്ങളാണ്, ഭീഷണി പെടുത്താൻ പോലും മടിയില്ലാത്തവരാണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആശ? യഥാർത്ഥത്തിൽ ആശയുടെ കുടുംബക്കാരല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെയും അവരുടെ തന്നെ അവിടുത്തെ പാർട്ടി നേതാവായ അവിടുത്തെ ഒരു MP ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ആളുടെ പേര് ചന്ദ്രശേഖർ എന്നാണ്. ഒരു MP ആണ് അയാള് ജാർഖണ്ഡില്. അപ്പൊ ആ പുള്ളിയാണ് ഇത്രയും പ്രഷറൈസ് ചെയ്യുന്നത്. പൊളിറ്റിക്കലി ഇത്രയും ഒരു ലവ് ജിഹാദ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആക്കുന്നതെല്ലാം അദ്ദേഹമാണ്. അല്ലാതെ ആശയുടെ വീട്ടുകാർ ഇതിനകത്ത് അത്രയും ഓവർ ഇൻവോൾവ് അല്ല. വീട്ടുകാര് പക്ഷെ ഇവർക്ക് 2 പേർക്കും മാനസികമായിട്ടെങ്കിലും ഒരു പിന്തുണ നൽകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. 2 പേരുടെ വീട്ടുകാർക്കും യാതൊരു വിധത്തിലും താല്പര്യമില്ലാത്തൊരു ബന്ധം തന്നെയാണിത്. കാര്യം 2 പേരുടെയും മതം വ്യത്യസ്തമാണല്ലോ. 2 പേരും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സ്വീകരിച്ചിട്ടില്ല എന്നതേ ഉള്ളൂ. അതല്ലാതെ ഒരു കേസിലേക്കോ ഒരു സമ്മർദ്ദത്തിലേക്കോ ഭീഷണിയിലേക്കോ പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല ഈ 2 കുടുംബങ്ങളും, അല്ലേ? ഭീഷണിയിലേക്ക് പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ജാർഖണ്ഡിലെ ഒരു ലേഖകൻ വിളിച്ചപ്പോ ഇവരുടെ ചേച്ചി ഇവിടെ എത്തിയ കാര്യം അവിടുത്തെ ന്യൂസിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അവർ കേരളത്തിൽ 14-ാം തീയതി വന്നിരുന്ന കാര്യം. അങ്ങനെയാണ് ഈ മാറ്റർ ഇത്രയും അവിടെ പ്രശ്നമാകുന്നത്.
റൈറ്റ്. അപ്പൊ ഈ പെൺകുട്ടിയെ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അവര് പറഞ്ഞിട്ടില്ല. വന്നു കണ്ടു എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതായിരുന്നു ഇത്രയും ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് തന്നെ, രൂക്ഷമായിട്ടുള്ളു. ഓക്കെ. ഈ MP-യുടെ ഇടപെടലാണ് ഇത് വലിയ വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് കുടുംബാംഗങ്ങളോടും ഈ നിങ്ങൾ പറഞ്ഞ MP തന്നെ ആയിരിക്കും ഇതൊരു വലിയ വിഷയമാക്കി നിർത്തുകയും ഇവരെ സ്വീകരിക്കേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? അതെ അതെ അതെ. അതായത് പറഞ്ഞോളൂ. അവര് തന്നെയാണ് ഇത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുവാണ്. കാര്യം അത് റൂളിംഗ് പാർട്ടിയുടെ മുകളിലേക്ക് അടിച്ചു കൊടുക്കുവാണ് അവരത്. അവരുടെ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാ ഹിന്ദു പെൺകുട്ടികളെയും മുസ്ലിം ആണുങ്ങൾ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോവുകയാണെന്നൊക്കെയുള്ള ഒരു പ്രസ്താവനകൾ നടത്തി അവിടുത്തെ ആ ഒരു സിറ്റുവേഷനെ അവര് വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ ജീവിക്കുന്ന സ്ഥലത്തുള്ള നാട്ടുകാര്, ആ സൊസൈറ്റി, അതിലെല്ലാം ഇത്തരം ഒരു വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാനും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഈ പൊളിറ്റിക്കൽ ഈ MP-ക്ക് അടക്കം, അല്ലേ? അതെ അതെ. അത് തിരിച്ച് ഏതെങ്കിലും കാലത്ത് നാട്ടിലേക്ക് സമാധാനമായിട്ട് പോകാം എന്ന് കരുതുന്നില്ല ആശയും ഗാലിബും? ഇല്ല, ഒരിക്കലും ഇനി അവർക്ക് ആ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റില്ല. ഇപ്പോഴും അവിടെ ഇന്നത്തെ അവിടുത്തെ പത്രത്തിലും ഇതേപോലുള്ള ഓരോരോ ന്യൂസ് വന്നിട്ടുണ്ട്. റൈറ്റ്. തീർച്ചയായും. അത് ഒറ്റ കാര്യം കൂടി, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ആശയെ കിഡ്നാപ്പ് ചെയ്യാൻ പോലുമുള്ള സാധ്യത താങ്കൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ആ സുരക്ഷ പോലീസിന്റെ കയ്യിലാണ് പൂർണ്ണമായിട്ടും. ഒപ്പം ഈ സംഘടനകളുടെ എല്ലാം പിന്തുണ തേടിക്കൊണ്ടുകൂടി ആയിരിക്കും ഇനിയിപ്പോൾ ആശ ഗാലിബ് പോയതിനു ശേഷം UAE-ലേക്ക് പോകുന്നത് വരെയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കുക, അല്ലേ? അതെ അതെ.